ഓക്കെ. സോ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്തായിരുന്നു? സെക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ആയിരുന്നു. സെക്ഷൻ അപ്പൊ നമ്മൾ സെക്ഷൻ ആൻഡ് ഡെവലപ്മെന്റിൽ നമ്മൾ പ്രിസം പറഞ്ഞായിരുന്നു, സിലിണ്ടറും പറഞ്ഞായിരുന്നു. ഓക്കെ. അപ്പൊ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്താന്നുള്ളത്. നമ്മളിതാ ഇങ്ങനെ ഒരു കട്ടിംഗ് പ്ലെയിൻ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്യും. കണ്ടോ? ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇതാണ് കട്ടിംഗ് പ്ലെയിൻ. ഇതാ ഇവിടെ കണ്ടോ? ദിസ് ഈസ് ദി കട്ടിംഗ് പ്ലെയിൻ. ഇതാണ് കട്ടിംഗ് പ്ലെയിൻ. കണ്ടോ? ദിസ് ഈസ് ദ കട്ട്. ഇങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് വരച്ചേക്കുന്നുണ്ടോ? ദിസ് ഈസ് ദ കട്ടിംഗ് പ്ലെയിൻ. കണ്ടോ? ദിസ് ഈസ് ദ കട്ടിംഗ് പ്ലെയിൻ. അപ്പൊ ഈ കട്ടിംഗ് പ്ലെയിൻ പല ആംഗിളിലൊക്കെ ആയിരിക്കും ചരിഞ്ഞിരിക്കുന്നത്. അത് ക്വസ്റ്റിനെ തരും. അപ്പൊ അതിനനുസരിച്ച് ഈ കട്ടിംഗ് പ്ലെയിൻ വെച്ചിട്ട് ഇവിടെ ഈ കാണുന്ന കണ്ടോ? ദിസ് ഈസ് ദ സെക്ഷൻ. ഇതിനെയാണ് നമ്മൾ സെക്ഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് കോൾഡ് സെക്ഷൻ. ദിസ് ഈസ് കോൾഡ് ആ കട്ട് ചെയ്ത പോർഷൻ. ആ കട്ടിംഗ് പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുമ്പോൾ അത്രയും പോർഷൻ റിമൂവ് ആയി പോയി കഴിയുമ്പോൾ ഇതിനെയാണ് നമ്മൾ സെക്ഷൻ എന്ന് പറയുന്നത്. സെക്ഷൻ. ഇതാണ് നമ്മൾ ആക്ച്വലി വരയ്ക്കുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ നോക്കി, ഇവിടുത്തെ സെക്ഷൻ എന്താ? എലിപ്സാ. കണ്ടോ? സെക്ഷൻ എലിപ്സ് ആണ്. കണ്ടോ? ഇവിടുത്തെ സെക്ഷൻ കണ്ടോ? ഇവിടുത്തെ സെക്ഷൻ പരാബോളയാ. കണ്ടോ? ഇവിടുത്തെ സെക്ഷൻ പരാബോളയാ. അപ്പൊ പണ്ട് നിങ്ങൾ പ്ലസ് ടുവില് പഠിച്ചിട്ടുണ്ട്. എന്താണ്? കോണിക് സെക്ഷൻസ് എന്ന് പഠിച്ചിട്ടുണ്ടോ? ഓർമ്മയുണ്ടായിരിക്കും നിങ്ങൾക്ക്. കോണിക് സെക്ഷൻസ്. ഓക്കെ. അതായത് ഒരു കോണിനെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു പ്ലെയിൻ വെച്ചിട്ട് കട്ട് ചെയ്യും. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് പല ഷേപ്സ് കിട്ടും. അതിനെയാണ് നമ്മൾ കോണിക് സെക്ഷൻ എന്ന് പറയുന്നത്. ഈ എലിപ്സ്, പരാബോള, ഇതൊക്കെ എന്താണ്? കോണിക് സെക്ഷൻസ് ആണ്. കണ്ടോ? ഇവിടെ എപ്പോഴാണ് നമുക്ക് പരാബോള ഇത് സെക്ഷനിൽ പരാബോള കിട്ടുന്നത് എപ്പോഴാ? ഹിയർ ദ കട്ടിംഗ് പ്ലെയിൻ ഈസ് പാരലൽ ടു ദി എൻഡ് ജനറേറ്റർ. കണ്ടോ? ഇവിടെ എഴുതിയേക്കുന്നത് കണ്ടോ? സെക്ഷൻ പ്ലെയിൻ പാരലൽ ടു എൻഡ് ജനറേറ്റർ. ജനറേറ്റർ എന്ന് പറഞ്ഞാൽ ഈ കോണിന്റെ ഇങ്ങേ അറ്റത്തുള്ള ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ ജനറേറ്റർ എന്ന് പറയുന്നത്. അതിനെന്താണ്? അതിന് കട്ടിംഗ് പ്ലെയിൻ പാരലൽ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന സെക്ഷൻ എന്തായിരിക്കും? കോണിക് സെക്ഷൻ എന്തായിരിക്കും? പരാബോള ആയിരിക്കും. കണ്ടോ? ഇത് ഓർത്തിരിക്കണം കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് സാധാരണ ചോദിക്കുന്നതാ. പരാബോള ട്രൂ ഷേപ്പ് കിട്ടാനായിട്ട് നമ്മൾ എങ്ങനെയാണ് കട്ടിംഗ് പ്ലെയിൻ വെക്കേണ്ടത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഓക്കെ. ആ പ്രോബ്ലം ഞാൻ ചെയ്യിക്കും. അപ്പൊ ഇവിടെ ഓർക്കേണ്ട കാര്യം, ഈ കട്ടിംഗ് പ്ലെയിൻ ഈ ജനറേറ്ററിന് പാരലൽ ആയിരിക്കും. കണ്ടോ? പിന്നെ ഹൈപ്പർബോള കിട്ടണമെങ്കിൽ കണ്ടോ? സെക്ഷൻ പ്ലെയിൻ പാരലൽ ടു ദി ആക്സിസ്. സെക്ഷൻ പ്ലെയിൻ ആക്സിസിന് പാരലൽ ആണെങ്കിൽ ഹൈപ്പർബോള കിട്ടും. സെക്ഷൻ പ്ലെയിൻ ത്രൂ ജനറേറ്റേഴ്സ്. സെക്ഷൻ പ്ലെയിൻ നോക്കി എല്ലാ ജനറേറ്ററിൽ കൂടെ പാസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? എലിപ്സ് കിട്ടുന്നത്. കണ്ടോ? ട്രയാങ്കിൾ കിട്ടുന്നത് എപ്പോഴാ? സെക്ഷൻ പ്ലെയിൻ ത്രൂ ദി അപ്പെക്സ്. കണ്ടോ? അപ്പെക്സിലൂടെ സെക്ഷൻ പ്ലെയിൻ പാസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ട്രയാങ്കിൾ കിട്ടുന്നത്. ഓക്കെ. അപ്പൊ ട്രയാങ്കിള്, എലിപ്സ്, പിന്നെ പരാബോള, ഹൈപ്പർബോള, കണ്ടോ? ഈ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കണം കേട്ടോ. എപ്പോഴാ സർക്കിൾ കിട്ടുന്നത്? സർക്കിൾ കിട്ടണമെങ്കിൽ കട്ടിംഗ് പ്ലെയിൻ എന്ത് ചെയ്യണം? കട്ടിംഗ് പ്ലെയിൻ ഈസ് പാരലൽ ടു ദി ബേസ്. അല്ലെ? കട്ടിംഗ് പ്ലെയിൻ ബേസിന് പാരലൽ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് സർക്കിൾ കിട്ടും. ഓക്കെ. പിന്നെ അടുത്തത്, ഓക്കെ, സിലിണ്ടറിനെ കട്ട് ചെയ്യുന്ന കണ്ടോ? സിലിണ്ടറിന്റെ പഠിച്ചതാ നമ്മൾ. ഓർമ്മയുണ്ടായിരിക്കും നിങ്ങൾ. സിലിണ്ടറിന്റെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തതാ. ഓക്കെ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു എലിപ്സ് കിട്ടിയത് ഓർമ്മയുണ്ടായിരിക്കും. നമ്മൾ ട്രൂ ഷേപ്പ് വരച്ചത്. ഓക്കെ. പിന്നെ പിരമിഡിനെ കട്ട് ചെയ്യുന്നത് കണ്ടോ? പിരമിഡിനെ എല്ലാ സ്ലാൻഡ് എഡ്ജിൽ കൂടെയും കട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒരു പിരമിഡിനെ കട്ട് ചെയ്യുന്നു. ട്രപ്പീസിയം കിട്ടിയേക്കുന്ന കണ്ടോ? അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മള് ഇത്രയും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? അഡോണ, ഇത്രയും ക്ലിയർ ആണോ ഞാൻ ഈ പറഞ്ഞത്? ഓക്കെ, ശരി. അപ്പൊ ഇനി നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കയറുകയാണ്. പിരമിഡ്. കഴിഞ്ഞ ദിവസം നമ്മൾ എന്തൊക്കെയാ പറഞ്ഞേ? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് പ്രിസവും പറഞ്ഞു, സിലിണ്ടറും പറഞ്ഞു. ഏത് പ്രിസം വന്നാലും ഞാൻ പറഞ്ഞ അതേ മെത്തേഡിൽ വരച്ചാൽ മതി. ഏത് പ്രിസം, അതുപോലെ സിലിണ്ടർ ആണെങ്കിലും. ഇനി ഞാൻ ഇന്ന് പറയാൻ പോകുന്ന പിരമിഡും കോണുമാണ്. ഓക്കെ. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ ജസ്റ്റ് ഞാൻ കോപ്പി ചെയ്ത് സോഫ്റ്റ്വെയറിലോട്ട് കോപ്പി ചെയ്യാണ്. ഒരു മിനിറ്റ്, ഒന്ന് വെയിറ്റ് ചെയ്യണം.
ഓക്കെ, ആനന്ദ് എന്റെ സോഫ്റ്റ്വെയറിന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? സോഫ്റ്റ്വെയറിന്റെ കാണുന്നുണ്ടോ? കാണാം സാർ, കാണാം. ഓക്കെ, സോ അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന ഇതാണ്. ഒരു സ്ക്വയർ പിരമിഡ് ഉണ്ട്, അതിന്റെ ബേസ് 30 ആണ്, ആക്സിസ് 50 ആണ്, റെസ്റ്റിംഗ് ഓൺ ഇറ്റ്സ് ബേസ് ഓൺ എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്നു, വിത്ത് ആൻ എഡ്ജ് ഓഫ് ദി ബേസ് പാരലൽ ടു വി പി. അതായത് ആ പിരമിഡിന്റെ ഒരു എഡ്ജ്, ബേസിന്റെ എഡ്ജ് വി പിക്ക് പാരലാണ്. ഇറ്റ് ഈസ് കട്ട് ബൈ എ പ്ലെയിൻ, ഒരു സെക്ഷൻ പ്ലെയിൻ വെച്ച് കട്ട് ചെയ്യുന്നു, പെർപെൻഡിക്കുലർ ടു വി പി ആൻഡ് ഇൻക്ലൈൻഡ് അറ്റ് 45 ഡിഗ്രി ആണ്. 450 എന്നാണ് കാണുന്നത്, 450 അല്ല, 45 ഡിഗ്രി ആണ്. 45 degree to HP. The section plane is passing through the midpoint of the axis. Draw the true shape of the section. Draw also the development of the surface of the retained solid. Okay. അപ്പൊ ഇതാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പൊ ഞാൻ ആദ്യം വരയ്ക്കാൻ പോവാണ്. ആദ്യം ഞാൻ ടോപ്പ് വ്യൂ വരയ്ക്കും. സ്ക്വയർ പിരമിഡ് ആണ്. സ്ക്വയർ പിരമിഡിന്റെ ടോപ്പ് വ്യൂവും ഫ്രണ്ട് വ്യൂവും ഞാൻ ആദ്യം വരയ്ക്കാൻ പോവാം. സോ ഞാൻ ആദ്യം XY ലൈൻ വരച്ചു. ഓക്കെ, എക്സ് വൈ. എന്റെ കൂടെ വരയ്ക്കുന്നെങ്കിൽ വരച്ചോ, ഇല്ലെങ്കിൽ പിന്നെ ഞാൻ വീഡിയോ തരും, അല്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം. അതല്ല എന്റെ കൂടെ വരയ്ക്കുന്നെങ്കിൽ വരച്ചോ, നോ പ്രോബ്ലം. ഓക്കെ, ദെൻ ഞാൻ സ്ക്വയർ വരയ്ക്കുകയാണ്. ഓക്കെ, സ്ക്വയറിന്റെ സൈഡ് എത്ര ആയിരുന്നു? സ്ക്വയറിന്റെ സൈഡ് 30 ആണ്. സ്ക്വയറിന്റെ സൈഡ് 30. സോ 30-ല് ഞാൻ പെട്ടെന്ന് ഫാസ്റ്റിൽ പോവാണ്, കാരണം സൂമിന് ഒരു പ്രോബ്ലം ഉള്ളത്. സൂമിന് 40 മിനിറ്റ്സേ ഉള്ളൂ അതിന്റെ ലിമിറ്റ്. അത് കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. പിന്നെ വീണ്ടും നമ്മൾ ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതിന് മുമ്പ് അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി ഇച്ചിരി സ്പീഡ് ഞാൻ പോവാം. ഓക്കെ, സോ ഞാൻ 30 by 30-ൽ വരച്ചു. ദെൻ ഇതിന്റെ ഡയഗണൽ വരച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ ഇപ്പൊ തൽക്കാലം ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഡാർക്ക് ആയിട്ട് വരയ്ക്കുകയാണ്. പക്ഷെ നമ്മളെല്ലാം കുറച്ച് സാധനങ്ങൾ ലൈറ്റ് ആക്കും, അത് ഞാൻ അന്നേരം പറയാം. ഇപ്പൊ ഞാൻ തൽക്കാലം എല്ലാം അങ്ങ് ഡാർക്ക് ആക്കും. ഓക്കെ, അപ്പൊ എന്നിട്ട് ഞാൻ ഇതിന് പേര് കൊടുക്കുകയാണ്. ഇതിന്റെ പേര് എ, this is B, then this is C, and this is D. Okay, then this point is apex, M/O. ഓക്കെ, അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്, ഒരു കണ്ടീഷൻ പറഞ്ഞാൽ എന്തായിരുന്നു? വിത്ത് ആൻ എഡ്ജ് ഓഫ് ദി ബേസ് പാരലൽ ടു വി പി. അതായത് ഒരു എഡ്ജ് വി പിക്ക് പാരലൽ ആവണം. ഇവിടെ നോക്കിയേ, ഇവിടെ സി ഡി എന്ന് പറയുന്ന എഡ്ജും എ ബി എന്ന് പറയുന്ന എഡ്ജും നമുക്ക് ഒരെണ്ണം പാരലൽ ആക്കിയാൽ മതി. സി ഡി എന്ന് പറയുന്ന എഡ്ജും എ ബി എന്ന് പറയുന്ന എഡ്ജും എന്താണ്? പാരലൽ ടു വി പി ആണ്. അതേസമയം എ ഡി എന്ന് പറയുന്ന എഡ്ജും ബി സി എന്ന് പറയുന്ന എഡ്ജും വി പിക്ക് പെർപെൻഡിക്കുലർ ആണ്. അപ്പം ഒരു സ്ക്വയർ പിരമിഡിന്റെ ഒരു എഡ്ജ് പാരലൽ ടു വി പി എന്ന് പറഞ്ഞാലും ഇങ്ങനെ വരയ്ക്കുന്നത്. രണ്ട് എഡ്ജ് പാരലൽ ടു വി പി എന്ന് പറഞ്ഞാലും ഇങ്ങനെ വരയ്ക്കുന്നത്. ഒരു എഡ്ജ് പെർപെൻഡിക്കുലർ ടു വി പി എന്ന് പറഞ്ഞാലും ഇങ്ങനെ വരയ്ക്കുന്നത്. സ്ക്വയർ പിരമിഡിന്റെ രണ്ട് എഡ്ജ് പെർപെൻഡിക്കുലർ ടു വി പി എന്ന് പറഞ്ഞാലും ഇങ്ങനെ വരയ്ക്കുന്നത്. ക്ലിയർ ജൂഡിത്ത്, ഇത് മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം. സ്ക്വയർ പിരമിഡിന്റെ ഒരു എഡ്ജ് പാരലൽ ടു വി പി എന്ന് പറഞ്ഞാലും ഇങ്ങനെയാ വരയ്ക്കുന്നത്. അപ്പൊ സി ഡി എന്ന് പറയുന്ന എഡ്ജ് വി പിക്ക് പാരലല്ല. അതേസമയം എ ബി എന്ന് പറയുന്ന എഡ്ജും വി പിക്ക് പാരലല്ല. അപ്പൊ രണ്ട് എഡ്ജസ് ടു എഡ്ജസ് പാരലൽ ടു വി പി എന്ന് പറഞ്ഞാലും ഇങ്ങനെ വരയ്ക്കുന്നത്. അതേസമയം എ ഡി എന്ന് പറയുന്ന എഡ്ജ് പെർപെൻഡിക്കുലർ ടു വി പി ആണ്. ഓക്കെ, അതായത് ഈ ആംഗിൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. കണ്ടോ? ദിസ് ഈസ് പെർപെൻഡിക്കുലർ ടു വി പി. വൺ എഡ്ജ് ഈസ് പെർപെൻഡിക്കുലർ ടു വി പി എന്ന് പറഞ്ഞാലും ഇങ്ങനെ വരയ്ക്കേണ്ടത്. ടു എഡ്ജസ് പെർപെൻഡിക്കുലർ ടു വി പി എന്ന് പറഞ്ഞാലും ഇങ്ങനെ വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നേരെ മേളിലോട്ട് പ്രൊജക്ട് ചെയ്യുക. ദെൻ വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദിസ് ഒബ്ജക്ട്? ഹൈറ്റ് ഓഫ് ദിസ് ഒബ്ജക്ട് ഈസ് 50 millimeter. സോ 50 millimeterൽ ഞാൻ ഒബ്ജക്ട് വരച്ചു. കണ്ടോ? ഇനി ഞാൻ ഇതിനെ നേരെ മേളിലോട്ട് പ്രൊജക്ട് ചെയ്യാണ്. ബേസിനെ ഇവിടോട്ട് പ്രൊജക്ട് ചെയ്തു ഫ്രണ്ട് വ്യൂ വരയ്ക്കാനായിട്ട്. So I will project this point and mark this point as A dash D dash. This is A dash comma
D dash. Okay, so that is the front view of this A and D. Similarly, this point, name this point as B dash comma C dash. B dash comma C dash. Okay, then next is M dash. This apex point is M dash. Okay, എന്നിട്ട് താഴെ base point എന്ത് കൊടുക്കണം? This is O dash. O dash. O dash. This is O dash. Okay, then pyramid ആണ്. Draw the triangle. Front view എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? It's a triangle. പിരമിഡ് ആണ്. പ്രിസോ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു? ഫ്രണ്ട് വ്യൂ റെക്ടാംഗിൾ ആയിരുന്നു. ഓർമ്മയുണ്ടല്ലോ, പ്രിസോ ആണെങ്കിലും സിലിണ്ടർ ആണെങ്കിലും ഫ്രണ്ട് വ്യൂ എന്താ? റെക്ടാംഗിൾ ആണ്. അതേസമയം പിരമിഡും കോണും ആണെങ്കിൽ എന്തോ? ട്രയാംഗിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് ട്രയാംഗിൾ വരച്ചു. ആനന്ദ്, ഇത്രയും ക്ലിയർ ആണോ ആനന്ദ്? ക്ലിയർ ആ സർ. ഓക്കെ, ശരി. ഇനി നമ്മൾ ഇതിന്റെ കട്ടിംഗ് പ്ലെയിൻ വരയ്ക്കാൻ പോവാ. കട്ടിംഗ് പ്ലെയിൻ എന്താ അവർ പറഞ്ഞേക്കുന്നത്? ഇറ്റ് ഈസ് കട്ട് ബൈ എ സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു വി പി ആൻഡ് ഇൻക്ലൈൻഡ് അറ്റ് 45 ഡിഗ്രി ടു എച്ച് പി. അതായത് എച്ച് പിക്ക് 45 ഡിഗ്രിയാണ്. ആൻഡ് ഈ കട്ടിംഗ് പ്ലെയിൻ പാസിംഗ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് ദി ആക്സിസ്. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഹൈറ്റ് എത്രയാണ്? ദിസ് ഹൈറ്റ് ഈസ് 50. അപ്പൊ ഞാൻ ഇതിന്റെ മിഡ് പോയിന്റ്, ഈ ആക്സിസിന്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കണം. ഓക്കെ, സോ 25 മിഡ് പോയിന്റ് കണ്ടുപിടിച്ചു. ദെൻ ഈ പോയിന്റിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുക സച്ച് ദാറ്റ് ദിസ് ഇൻക്ലിനേഷൻ ഈസ് 45 ഡിഗ്രി. This inclination is 45 degree. Okay, and this is the cutting plane. എന്നിട്ട് ഇതിനെ നമ്മൾ ചെയിൻ ലൈൻ ആയിട്ടാണ് വരയ്ക്കേണ്ടത്. ചെയിൻ ലൈൻ. ഓക്കെ, അപ്പൊ ദിസ് ഈസ് ദി കട്ടിംഗ് പ്ലെയിൻ. അപ്പൊ ഇതിന് പേര് കൊടുക്കുക. ഇവിടെ എപ്പോഴും നമ്മൾ ഇത് എഴുതുന്ന സമയത്ത് ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഇതിന് കട്ടിംഗ് പ്ലെയിൻ എന്ന് കൊടുത്തേക്കുക. കട്ടിംഗ് പ്ലെയിൻ. ദിസ് ഈസ് ദ കട്ടിംഗ് പ്ലെയിൻ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ കട്ടിംഗ് പ്ലെയിൻ. ഈ വരച്ചേക്കുന്നതാണ് നമ്മുടെ കട്ടിംഗ് പ്ലെയിൻ. ഓക്കെ, ഇനി നമുക്കറിയാം ഇതിന്റെ മുകളിലോട്ടുള്ള പോർഷൻ എല്ലാം നമ്മൾ എന്ത് ചെയ്തേക്കാണ്? കട്ട് ചെയ്ത് കളഞ്ഞേക്കുക. അപ്പൊ അതിനെ നമ്മൾ എന്താക്കണം? അതിനെ നമ്മൾ ലൈറ്റ് ആയിട്ട് വേണം വരയ്ക്കാനായിട്ട്. അതിനെ നമ്മൾ ലൈറ്റ് ലൈൻസ് ഉപയോഗിച്ച് വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, ദെൻ ഓക്കെ, സോ മേളിലത്തെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന ഒരു കാരണവശാലും തുടച്ചു കളയരുത്. മേളിലത്തേത് അതുപോലെ നിർത്തണം. ഓക്കെ, അഡോണ ഇത്രയും ക്ലിയർ ആണോ? അഡോണ? ഓക്കെ, ശരി. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് കട്ടിംഗ് പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ലെഫ്റ്റിൽ നിന്ന് തുടങ്ങുകയാണ്. ലെഫ്റ്റിൽ നോക്കിയ ഈ ലെഫ്റ്റിൽ ഈ കട്ടിംഗ് പ്ലെയിൻ ഇവിടെ 2 സ്ലാൻഡ് എഡ്ജസ് ഉണ്ട്. ഏതൊക്കെയാണ്? എം ഡാഷ് എ ഡാഷ് എന്നൊരു സ്ലാൻഡ് എഡ്ജും ഉണ്ട്, എം ഡാഷ് ഡി ഡാഷ് എന്നൊരു സ്ലാൻഡ് എഡ്ജും ഉണ്ട്. അപ്പൊ ഫ്രണ്ടിൽ കാണുന്നതിന് മാത്രമേ നമ്മൾ ആദ്യം പേര് കൊടുക്കാവുള്ളൂ. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ഇവിടെ 1 ഡാഷ് കൊടുത്തു. 1 ഡാഷ് കോമ, അവിടെ ഒരെണ്ണം കൂടെ ഉണ്ട്. ഇപ്പൊ തൽക്കാലം ഒന്നും കൊടുക്കരുത്, കാണാൻ പറ്റാത്ത ഒരെണ്ണം ഉണ്ട്, തൽക്കാലം അവിടെ നിൽക്കട്ടെ. ദെൻ അടുത്തതിലോട്ട് പോവാം. അടുത്ത സ്ലാൻഡ് എഡ്ജിൽ എം ബിയും ഉണ്ട്, എം സിയും ഉണ്ട്. അപ്പൊ അവിടെ 2 പോയിന്റ് വരും. അവിടെ എം ബി ആണ് ഫ്രണ്ടിലുള്ളത്. അപ്പൊ അവിടെ എന്ത് ചെയ്യാം? 2 ഡാഷ് കൊടുത്തു, കോമ 2 ഡാഷ് കോമ 3 ഡാഷ്, 2 ഡാഷ് കോമ 3 ഡാഷ്, 2 ഡാഷ് കോമ 3 ഡാഷ്. അതിൽ 2 ആണ് ഫ്രണ്ടിലുള്ളത്, 3 ആണ് ബാക്കിലുള്ളത്. പിന്നെ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ഇവിടെ നമുക്ക് റിമൈനിങ് ഉള്ള 4 ഡാഷ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഒരിക്കലും നമ്മൾ ഇവിടെ 2 പോയിന്റ് ഉണ്ടെന്ന് കരുതി 1 ഡാഷ് കോമ 2 ഡാഷ് കൊടുക്കരുത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, കാരണം തെറ്റിപ്പോകും നമുക്ക്. ഓക്കെ, സോ ആദ്യം 1 ഡാഷ് 2 ഡാഷ്, പിന്നെ പുറകിലുള്ള എഡ്ജസ് 3 ഡാഷ് 4 ഡാഷ്. ഓക്കെ, ഇനി ഈ പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ നേരെ താഴോട്ട്, ഈ പോയിന്റിനെ നമ്മൾ നേരെ താഴോട്ട് പ്രൊജക്ട് ചെയ്യാം. ഓക്കെ, സോ 1 എവിടുത്തെ പോയിന്റ് ആണ്? 1 എം എയിലെ പോയിന്റ് ആണ്. അപ്പൊ ഇവിടെ എം എയിൽ 1 കൊടുക്കുക. എന്താ, ഇവിടെ ഞാൻ 1 കൊടുത്തു, എം. ഇനി 4 എവിടുത്തെ പോയിന്റ്? 4 എം ഡിയിലെ പോയിന്റ്. അപ്പൊ ഞാൻ ഇവിടെ 4 കൊടുക്കുക. ഈ പോയിന്റിൽ ഞാൻ 4 കൊടുത്തു. ഈ പോയിന്റിൽ എന്ത് ചെയ്തു? ഞാൻ 4 കൊടുത്തു. ഓക്കെ, സോ 1ഉം കിട്ടി, 4ഉം കിട്ടി. ഇനി അടുത്തത് 2
ഇതാ അവിടെ അടുത്തത് ഓക്കെ. അപ്പൊ ഇവിടെ 2 എന്ന് പറയുന്ന പോയിന്റ് എം ബിയിലെ പോയിന്റ് ആണ് 2. അപ്പൊ ഞാൻ ഇവിടെ 2 കൊടുത്തു. ദിസ് പോയിന്റ് ഈസ് 2. ദെൻ 3 എവിടത്തെ പോയിന്റാ? 3 എന്ന് പറയുന്നത് എം സിയിലെ പോയിന്റ്. അപ്പൊ ഇവിടെ 3. Okay. Then join this 1, 2, 2, 3 and 3, 4. Okay. Okay. അത് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ ഡാർക്ക് ആയിട്ട് വരയ്ക്കുക. ഓക്കെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എന്നിട്ട് നമ്മൾ ഇവിടെ ഹാച്ച് ചെയ്യണം. ഓക്കെ. ഹാച്ചിങ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, 45 ഡിഗ്രി ചരിച്ചു വരയ്ക്കണം. സോ 1, 2, 3, 4. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ടോപ്പ് വ്യൂ. ആനന്ദ് ഇത്രയും ക്ലിയർ ആണോ? ആനന്ദ് ക്ലിയർ സർ. ഓക്കെ. ആദം ക്ലിയർ സർ. ഓക്കെ, ശരി. അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ ട്രൂ ഷേപ്പ് വരയ്ക്കണം. ട്രൂ ഷേപ്പ് വരയ്ക്കാൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഓർമ്മയുണ്ടായിരിക്കും. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലൈൻ വരയ്ക്കുക. ലൈൻ വരയ്ക്കുമ്പോൾ അത് ഏതിന് പാരലൽ ആയിരിക്കണം? നമ്മുടെ കട്ടിംഗ് പ്ലെയിനിന് പാരലൽ ആയിരിക്കണം. കട്ടിംഗ് പ്ലെയിനിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കും, നമുക്ക് ഇഷ്ടമുള്ള കൺവീനിയന്റ് ഡിസ്റ്റൻസിൽ. എന്നിട്ട് ഇവിടുന്ന് ഈ 1' ആദ്യത്തെ കട്ടിംഗ് പോയിന്റിൽ നിന്ന് ലൈൻ വരയ്ക്കുക. സച്ച് ദാറ്റ് ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. ഓക്കെ. ഇനി XY ലൈനിൽ നിന്ന് താഴോട്ട് 1 വരെ ഡിസ്റ്റൻസ് എടുക്കുക. ഇപ്പൊ എന്റെ ഡിസ്റ്റൻസ് എത്ര? 38.915. അതിവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ മാർക്ക് ചെയ്യാം. $38.915. ഓക്കെ. സോ 38.915. അതിനെന്ത് പേര് കൊടുക്കുക? അതിന് നമ്മൾ 1 എന്ന പേര് കൊടുക്കുക. അതിന് 1 എന്ന പേര് കൊടുക്കുക. 1. ഓക്കെ. സിമിലർലി XY ലൈൻ തൊട്ട് 4 വരെ എടുക്കുക. എത്രയാ? 17.48. എനിക്ക് കിട്ടിയേക്കുന്നത് 17.486 ആണ്. നിങ്ങൾ എത്ര ഡിസ്റ്റൻസ് മാറ്റിയാണോ വരച്ചേക്കുന്നത് അതിനനുസരിച്ചായിരിക്കും കിട്ടുന്നത്. സോ 17.486. അപ്പൊ അവിടെ എന്ത് ചെയ്യുക? നമ്മളിത് ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. സച്ച് ദാറ്റ് ദിസ് ഡിസ്റ്റൻസ് ഈസ് 17.486. ഓക്കെ. അതിന് നമ്മൾ പേര് കൊടുക്കേണ്ട എന്താണ്? അതിന് നമ്മൾ 4 എന്നാ പേര് കൊടുക്കേണ്ടത്. 4. നെയിം ഓഫ് ദിസ് പോയിന്റ് ഇസ് 4. ഓക്കെ. ഇനി അടുത്ത ഇതേപോലെ തന്നെ 2 ന്നും 3 ന്നും എന്ത് ചെയ്യുക? ഇവിടുന്ന് ഒരു ലൈൻ വരയ്ക്കുക. ഇനി ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. അത് എപ്പോഴും ശ്രദ്ധിച്ചോണം. ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. ഓക്കെ. ഇനി നമ്മൾ XY ലൈനിൽ നിന്ന് ഈ 3 വരെയുള്ള പോയിന്റ് എടുക്കുക. എത്ര ആണെന്ന് നോക്കി? 22.431. അതിവിടെ മാർക്ക് ചെയ്യാം. 22.431. ഓക്കെ. അതിന് പേര് കൊടുക്കുക. എത്രയാണെന്നറിയാം? അതിന് 3 എന്ന് പേര് കൊടുക്കുക. 3. അതിന് 3 എന്ന് പേര് കൊടുക്കുക. 3. ഇനി അടുത്തത് ഇത് 2. 33.969. 33.969. 33.969. ഓക്കെ. അപ്പൊ അതിന് കൊടുക്കേണ്ട പേരെന്താണ്? അതിന് കൊടുക്കേണ്ട പേര് 2 എന്ന് പേര് കൊടുക്കുക. 2. ഓക്കെ. Then join this 1 and 2, then 2 and 3, 3 and 4, 4 and 1. ഡാർക്ക് ലൈൻ ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം. സോ ദിസ് ഈസ് ദ ട്രൂ ഷേപ്പ്. ട്രൂ ഷേപ്പ് വരച്ചത് പിടികിട്ടിയോ? ജൂഡിത്ത്, ട്രൂ ഷേപ്പ് പിടികിട്ടിയോ? ഓക്കെ. അഡോണ? സാർ ഈ ട്രൂ ഷേപ്പിന് ഡിസ്റ്റൻസ് കൊടുക്കണോ? എവിടെയാ ഡിസ്റ്റൻസ്? എവിടെ?
അതല്ല ഈ 38.915 എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടില്ല, അങ്ങനെ മാർക്ക് ചെയ്യണോ? വേണ്ട വേണ്ട വേണ്ട, അത് ഞാൻ കാണിക്കാൻ വേണ്ടി ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ മാർക്ക് ചെയ്യണ്ട, ആ അത് മാർക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ തന്നേക്കുന്ന ഡയമെൻഷൻസ് മാത്രം മാർക്ക് ചെയ്താൽ മതി. ആ സാർ. ഓക്കെ, അപ്പൊ ദിസ് ഈസ് ദ ട്രൂ ഷേപ്പ്. അപ്പൊ ഞാൻ ദേ ഇവിടെ എഴുതുവാണ് ട്രൂ ഷേപ്പ്, TRUE, ട്രൂ ഷേപ്പ്. സോ ട്രൂ ഷേപ്പ് എന്ന് എഴുതുവാണ് ഇവിടെ. സോ ദിസ് ഈസ് ദ ട്രൂ ഷേപ്പ്. ഓക്കെ ഓക്കെ, അപ്പം നമ്മളിപ്പോ ഈ ദൂരം അല്ല ഇവിടുത്തെ പ്രത്യേക ഇതെന്ന് പറയുന്നത്. നമുക്ക് ദേ ഈ ദൂരം, ഈ ഡിസ്റ്റൻസ് ഇത് കണ്ടോ, ഇത് 21.4, അതേ സെയിം ഡിസ്റ്റൻസ് ആയിരിക്കണം ഇവിടെ ഈ വാല്യൂ. അഡോണ ഇത് കണ്ടോ, ഈ ടോപ്പ് വ്യൂല് ഈ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം, ദ മീറ്റിംഗ് വിൽ എൻഡ് ഇൻ 10 minutes. ഓക്കെ, സോ 10 മിനിറ്റിനകത്ത് ഇത് ഓഫ് ആവും. സാരമില്ല, നിങ്ങൾ വീണ്ടും റീജോയിൻ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, സോ ഇപ്പൊ ഇവിടെ കാണുന്നു അഡോണ, ഇവിടെ കാണുന്നുണ്ട് ടോപ്പ് വ്യൂല് 1.4 ഡിസ്റ്റൻസ് കണ്ടോ, 21.429 എന്ന് കണ്ടോ, ഇത് കാണുന്നുണ്ടോ? ഈ വാല്യൂ തന്നെ ആയിരിക്കണം ഇവിടെ ഈ ട്രൂ ഷേപ്പ് വരയ്ക്കുമ്പോൾ ഇവിടെ വരേണ്ടത്. കണ്ടോ, 21.429 കണ്ടോ? ആ സാർ കണ്ടു. ഓക്കെ, ആനന്ദ് ഇത് കണ്ടോ? കണ്ടു സാർ. ഓക്കെ, അഭിഷേക് കാണുന്നുണ്ടോ? ആദം കാണുന്നുണ്ടോ? ഓക്കെ, ഇപ്പൊ ഇവിടെ 2-3 കണ്ടോ 11.538, അതേ സെയിം ഡിസ്റ്റൻസ് ആയിരിക്കണം ഇവിടെ വരേണ്ടത്. അതാണ് നമ്മൾ അത് പ്രധാനമായിട്ട് ശ്രദ്ധിച്ചോണം. ഇത് കണ്ടോ 11.538 കണ്ടോ? ജൂഡിത്ത കണ്ടോ? ഓക്കെ, സോ ഇത് എപ്പോഴും ശ്രദ്ധിച്ചോണം. നമ്മൾ ഈ ടോപ്പ് ഇവിടുന്ന് XY ലൈനിൽ നിന്ന് താഴോട്ട് എടുക്കുന്ന ഡിസ്റ്റൻസ് കറക്റ്റ് ആയിട്ട് ഇവിടെ വന്നിരിക്കണം. ഓക്കെ, അത് ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ ഓക്കെ, സോ ദാറ്റ് വാസ് ദ അബൌട്ട് ദി എന്താണ് ട്രൂ ഷേപ്പ്. ദെൻ ദിസ് അപ്പൊ ഞാൻ ഇതിന് പേര് കൊടുക്കാം. ഇതിന് ഡെവലപ്മെന്റ് ഞാൻ അടുത്ത ഇതിൽ പറയാമേ, കാരണം അത് പറയാൻ സമയം കിട്ടത്തില്ല. സോ ദിസ് ഈസ് ദി സെക്ഷണൽ ടോപ്പ് വ്യൂ. Sectional top view. Okay, so sectional top view, true shape, front view. ഇത്രയും ക്ലിയർ ആണോ? പിന്നെ എല്ലാവർക്കും അഡോണ ഇത് ക്ലിയർ ആണോ? സെക്ഷണൽ ടോപ്പ് വ്യൂ, ട്രൂ ഷേപ്പ്, ഇത്രയും ക്ലിയർ അല്ലേ? ക്ലിയർ. ഓക്കെ, അപ്പൊ ഏത് പിരമിഡ് വന്നാലും ഇങ്ങനെ ആയിരിക്കണം. ട്രൂ ഷേപ്പ് ഇങ്ങനെ വരച്ചോണം, കട്ടിംഗ് പ്ലെയിൻ ഇങ്ങനെ മാർക്ക് ചെയ്തോണം. ദെൻ സെക്ഷണൽ ടോപ്പ് വ്യൂ, താഴത്തെ ടോപ്പ് വ്യൂല് സെക്ഷൻ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് സെക്ഷണൽ ടോപ്പ് വ്യൂ. വരയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ കട്ടിംഗ് പ്ലെയിനിന്റെ മുകളിലുള്ള പോർഷൻസ് നമ്മൾ ലൈറ്റ് ആയിട്ട് മാത്രമേ വരയ്ക്കാവുള്ളൂ. ഓക്കെ, ക്ലിയർ. അപ്പൊ ഇതിപ്പം സ്റ്റോപ്പ് ആവും. അപ്പൊ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യണം, നിങ്ങൾ വീണ്ടും ആ ലിങ്കിൽ കയറി ജോയിൻ ചെയ്താൽ മതി കേട്ടോ. ആനന്ദ് കേട്ടോ ഞാൻ പറഞ്ഞേ? കേട്ടു സാർ, ജോയിൻ ചെയ്യാം. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ഇപ്പൊ അത് ഓഫ് ആവും. എന്നിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ ഇതിന്റെ തന്നെ ഡെവലപ്മെന്റ് പറയാം. ഓക്കെ സാർ. ഇതിൽ ഇത്രയും വരച്ചതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇപ്പൊ ഇത്രയും പറഞ്ഞതില് എന്തെങ്കിലും ക്വസ്റ്റ്യനില് ആദം എന്തെങ്കിലും സംശയം ഉണ്ടോ ഇത്രയും പറഞ്ഞതില്? ടോപ്പ് വ്യൂ വരച്ചതില്, ടോപ്പ് വ്യൂല് നെയിം ചെയ്തതിൽ ABCD നെയിം ചെയ്തു.
ദെൻ ഈ 1 2 3 4 സെക്ഷൻ പോയിന്റ്സ് നമ്മൾ താഴോട്ട് ട്രാൻസ്ഫർ ചെയ്തത് എങ്ങനെയാന്ന് പിടികിട്ടിയായിരുന്നോ? ഈ സെക്ഷൻ പോയിന്റ്സ് താഴോട്ട് ട്രാൻസ്ഫർ ചെയ്തത്. പിന്നെ ഈ മനസ്സിലായി. പിന്നെ ഈ സെക്ഷൻ ഈ കട്ടിംഗ് പോയിന്റ്സ് കൊടുത്തത് നമ്മൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇവിടെ ഇപ്പൊ ഇവിടെ 1-2 എന്ന് എന്തുകൊണ്ടാണ് കൊടുക്കാഞ്ഞത്? കാരണം ഇവിടെ 2 പോയിന്റ് ഉണ്ട്. അപ്പൊ ഈ 2 പോയിന്റ് ഇവിടെ 1-2 എന്ന് കൊടുക്കാമായിരുന്നു. പക്ഷെ അതിന് പകരം ഞാൻ 1-4 എന്നാ കൊടുത്തേക്കുന്നത്. അത് മനസ്സിലായോ ആദമിന് എന്താന്നുള്ളത്? മനസ്സിലായി. ഓക്കെ. ജൂഡിത്ത് ഇത് പിടികിട്ടിയായിരുന്നോ? ഇത് 1-4 2-3 കൊടുത്തത് ഇത് സംശയമുണ്ടോ? ആനന്ദ് ഇത് ക്ലിയർ ആണോ? ആനന്ദ് സാർ അത് മനസ്സിലായി. ഈ പോയിന്റ് എങ്ങനെയാ കൊടുത്തതെന്ന് പിടികിട്ടിയോ? ഈ പോയിന്റ് എങ്ങനെയാ കൊടുത്തതെന്ന് മനസ്സിലായി സാർ. കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആ. കാരണം മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ പറയണം. കാരണം ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആ. കാരണം ഇവിടെ മനസ്സിലായി സാർ. കാരണം ഇവിടെ കൊടുക്കുന്ന പോയിന്റിനനുസരിച്ചാണ് നമ്മൾ അതിനെ താഴോട്ട് പ്രൊജക്ട് ചെയ്യുന്നത്. എന്നിട്ട് ആ ഡിസ്റ്റൻസ് എടുത്തിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? ട്രൂ ഷേപ്പ് വരയ്ക്കുന്നത്. അപ്പൊ എങ്ങാനും എന്തെങ്കിലും നമ്മൾ നെയിമിങ്ങിൽ എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ നമ്മുടെ ഈ സെക്ഷണൽ ടോപ്പ് വ്യൂ തെറ്റിപ്പോവും, നമ്മുടെ ട്രൂ ഷേപ്പ് വരയ്ക്കുന്നതും തെറ്റിപ്പോവും. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഈ നെയിമിങ് വളരെ വളരെ ഇമ്പോർട്ടന്റ്. ഈ 1-2-3-4 എന്ന് കൊടുത്തേക്കുന്നത്. ഇപ്പൊ ഒന്നുമില്ല, ഫ്രണ്ടിലുള്ള എഡ്ജുകൾക്ക് കൊടുത്തേക്കുന്ന ആദ്യം നമ്മൾ നെയിം ചെയ്യേണ്ടത് ഫ്രണ്ടിലുള്ള എഡ്ജിനാണ്. അതിനുശേഷമാണ് ബാക്കിലുള്ള എഡ്ജിന് പേര് കൊടുക്കേണ്ടത്. അത്രേ ഉള്ളൂ. അഡോണ ഇത് ക്ലിയർ ആണോ? സാർ ഈ 3-1 കൂടെ കൊടുക്കാൻ ഒക്കത്തില്ലേ? 3- ആദ്യം 1-ഉം 2-ഉം പിന്നെ 1-ന്റെ അവിടെ 3-ഉം 2-ന്റെ ഇല്ല, അങ്ങനെ ഒരിക്കലും കൊടുക്കരുത്. അതായത് നമ്മൾ ഈ ലെഫ്റ്റിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ആദ്യം 1- കൊടുത്തു, പിന്നെ 2-. ആ 2-ന്റെ അവിടെ തന്നെ പിന്നെ അതിന്റെ ബാക്കിലുള്ള എഡ്ജിനാണ് അടുത്ത പേര് കൊടുക്കേണ്ടത്. 2-ന്റെ ബാക്കിൽ ഒരു എഡ്ജ് ഉണ്ടല്ലോ, M-C- എന്ന് പറഞ്ഞിട്ട്. അതിനാണ് അത് ഇൻവിസിബിൾ ആ. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റത്തില്ല. അതിന് പേര് കൊടുത്തു, അതിന് 3-. പിന്നെ ആ ലൈനേ കൂടെ തിരിച്ചു വരുമ്പോ ഒരു ഇൻവിസിബിൾ എഡ്ജൂടെ ഉള്ളു. അതേതാണ്? M-D-. അതിന് ഞാൻ 4- എന്ന് പറഞ്ഞ പേര് കൊടുത്തു. ഓക്കേ സർ. അപ്പൊ 1-2 എനിക്ക് ചോദിച്ചത് മനസ്സിലായി. 1-2 കൊടുത്തു, എന്നിട്ട് ആ നേരെ തിരിച്ചു വന്നിട്ട് 1-ന്റെ അവിടെ 3- കൊടുത്തൂടെ എന്നല്ലേ ചോദിച്ചേ? അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ. അങ്ങനെ ഒരിക്കലും ചെയ്യല്ല കേട്ടോ. അത് പിടികിട്ടി? അത് കറക്റ്റ് ആയിട്ട് പിടികിട്ടിയില്ലെങ്കിൽ ഞാനിപ്പോ പറഞ്ഞ മനസ്സിലായോ? നമ്മൾ നെയിമിങ് കറക്റ്റ് ആയിട്ടല്ല കൊടുക്കുന്നതെങ്കിൽ എന്താണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് വ്യൂ വരയ്ക്കുന്ന സമയത്ത്, സെക്ഷണൽ ടോപ്പ് വ്യൂ വരയ്ക്കുന്ന സമയത്ത് തെറ്റിപ്പോവും. ഈ സെക്ഷണൽ ടോപ്പ് വ്യൂ വെച്ചിട്ടാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്? ട്രൂ ഷേപ്പ് വരയ്ക്കുന്നത്. അപ്പൊ സെക്ഷണൽ ടോപ്പ് വ്യൂ തെറ്റാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എന്ത് തെറ്റിപ്പോവും? നമ്മുടെ ട്രൂ ഷേപ്പ് തെറ്റിപ്പോവും. നമ്മൾ ട്രൂ ഷേപ്പ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടത്തില്ല. നമ്മൾ വരച്ചു വെക്കും, നമുക്കൊരു ട്രൂ ഷേപ്പ് കിട്ടും, പക്ഷെ അത് കറക്റ്റ് ആയിരിക്കത്തില്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ അഡോണയ്ക്ക്? നിങ്ങൾ എങ്ങനെങ്കിലും ഒരു ട്രൂ ഷേപ്പ് വരച്ചു വെക്കുമായിരിക്കും, പക്ഷെ ഒരു കാരണവശാലും നിങ്ങളുടെ ട്രൂ ഷേപ്പ് കറക്റ്റ് ആയിരിക്കത്തില്ല. പിന്നെ എപ്പോഴും വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, ഞാൻ ആ പറഞ്ഞ പോയിന്റ് ഈ ഡിസ്റ്റൻസ് ഈ 1-4 എത്ര? 21.43. ഇത് തന്നെ ആയിരിക്കണം ഇവിടെ. ആനന്ദ് ഇത് കണ്ടോ? 21.43 കണ്ടോ ആനന്ദ്? കണ്ടു സർ. അപ്പൊ ഇത് രണ്ടിടത്ത് ഇത് ഇവിടെ 21.43 എക്സാക്ട്ലി ഇവിടെ അത് തന്നെ ആയിരിക്കണം കേട്ടോ. അതേപോലെ ഈ 2-3 11.54 അത് തന്നെ ആയിരിക്കണം ഇവിടെ. ഓക്കെ. ഇനി ഒരു കാര്യം കൂടെ, ഈ ഡിസ്റ്റൻസ് കണ്ടോ? നമ്മുടെ ഈ ട്രൂ ഷേപ്പ് വരച്ചപ്പോ ഈ ഡിസ്റ്റൻസ് കണ്ടോ? കാണുന്നുണ്ടോ ആനന്ദ്? 23.31 എന്ന് കണ്ടോ? ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കട്ടിംഗ് പ്ലെയിനിന്റെ ലെങ്ത് കണ്ടോ? അതായത് നമ്മുടെ ഇവിടെ കണ്ടോ കട്ടിംഗ് പ്ലെയിനിന്റെ ഈ ഒബ്ജക്റ്റേല് എവിടുന്നാണോ ലെഫ്റ്റിൽ കട്ട് ചെയ്യുന്നത് അവിടെ തൊട്ട് അങ്ങേ അറ്റം വരെയുള്ള സ്റ്റാർട്ടിംഗ് എൻഡ് തൊട്ട് കട്ടിംഗ് പ്ലെയിനിന്റെ ലെഫ്റ്റ് എൻഡ് തൊട്ട് റൈറ്റ് എൻഡ് വരെ ഡിസ്റ്റൻസ് എത്രയാണോ ആ സെയിം ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മുടെ ഈ ട്രൂ ഷേപ്പിന്റെ ഈ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. അഡോണ ഇത് കണ്ടോ? ക്ലിയർ ആയോ ഞാൻ ഈ പറഞ്ഞ കാര്യം?
ആ സാർ മനസ്സിലായി. ഓക്കെ, ഈ ലെങ്ത്, ഈ കട്ടിംഗ് പ്ലെയിനിന്റെ ഈ ലെഫ്റ്റ് എൻഡ് തൊട്ട് ഈ ഡിസ്റ്റൻസ് എത്രയാണോ അത് തന്നെ ആയിരിക്കും നമ്മുടെ ട്രൂ ഷേപ്പിന്റെ ടോട്ടൽ ലെങ്ത്. ഇത് വളരെ ഈ 3 കാര്യങ്ങൾ ഓർത്തിരിക്കുക. ലെഫ്റ്റിലെ ഡിസ്റ്റൻസ് 21.43, അത് ഇവിടുന്ന് ഇത് തന്നെ ആയിരിക്കണം. എത്രയാണോ ഇവിടെ ഇപ്പൊ 21.43 ആയതുകൊണ്ട് ഇവിടെ 21.43. റൈറ്റ് സൈഡിലെ ലെങ്ത് 11.54, അത് എവിടുന്നാ കിട്ടിയത്? ഇവിടെ 11.54 സെയിം ആയിരിക്കണം. അതേപോലെ തന്നെ ഈ ഡിസ്റ്റൻസ് 23.31 എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇത് കണ്ടോ, ഈ കട്ടിംഗ് പ്ലെയിനിന്റെ ലെഫ്റ്റ് തൊട്ട് ഇവിടം വരെ, അതായത് 1-4- തൊട്ട് 2-3- വരെയുള്ള ലെങ്ത്, കട്ടിംഗ് പ്ലെയിനിന്റെ ലെങ്ത് ഇതാണ് ഇവിടെ 23.31. അത് തന്നെ ആയിരിക്കണം നമുക്ക് ഇവിടെയും കിട്ടുന്നത്. കാരണം ഇത് വളരെ ഇമ്പോർട്ടന്റ്, കാരണം നമ്മൾ ട്രൂ ഷേപ്പ് ഗിവൺ പ്രോബ്ലംസ് ഉണ്ട്. ട്രൂ ഷേപ്പ് ഗിവൺ പ്രോബ്ലം എന്ന് പറയുന്നത് ട്രൂ ഷേപ്പ് തരും. ട്രൂ ഷേപ്പ് തന്നിട്ട് നമ്മളോട് ഇത് വരയ്ക്കാൻ പറയും. നമുക്ക് കട്ടിംഗ് പ്ലെയിൻ ഒന്നും തരത്തില്ല. അപ്പൊ അങ്ങനത്തെ കേസിൽ നമുക്ക് ഇത് വേണം. ഈ ഒരു ഐഡിയ ഉണ്ടെങ്കിലേ നമുക്ക് ഇത് വരയ്ക്കാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആണോ ഞാൻ ഈ പറഞ്ഞത്? ആദം, ക്ലിയർ ആണോ? ഇത് സംശയമുണ്ടോ? ക്ലിയർ ആണല്ലോ അല്ലെ? അഭിഷേക് ക്ലിയർ